അപ്പൊ വലിയേട്ടതൊന്നും കണ്ടില്ലേടാ? എവിടെ ആള് നല്ല ഉറക്കല്ലേ? കുഞ്ഞുങ്ങളും അതെ. ഒരു കണക്കിന് നന്നായി. മൂപ്പന്റെ സ്വഭാവത്തിന് ചാടിക്കേറി എന്തെങ്കിലും പറയും, പിന്നെ അത് മതി കൊല്ലാപ്പിന്. സേവരട്ടാ, ഈ ശക്തിവേല് ഏത് പാർട്ടിയുടെ MLA? അവൻ നമ്മുടെ ആ ഗുണനിധിയുടെ വലം കൈയല്ലേ മോനെ. പക്ഷെ ഇത്തവണ തോറ്റ് തുന്നം പാടി. പക്ഷെ ഈ പിശാചുക്കളൊക്കെ ജയിച്ചാൽ എന്താ, തോറ്റാൽ എന്താ? പാവങ്ങളെ തല്ലാനും കൊല്ലാനുള്ള അധികാരം കൽപ്പിച്ചു കൊടുത്തിരിക്കല്ലേ തമ്പുരാൻ. അതിന് ഇവിടുത്തെ നാട്ടുകാരെ പറഞ്ഞാ പോരെ. നമ്മുടെ നാട്ടിലാ ചെയ്തൂല നടക്കുവോ? കുനിച്ച് നിർത്തി അവന്റെ കിഡ്നി എടുക്കൂലേ? പിന്നല്ലാണ്ട്. ഇത് കണ്ട ശക്തിവേല ആരാന്ന് കണ്ട? ഇന്നത്തെ ദിവസം ഇവിടുത്തെ ബീവറേജിൽ ഒന്നുക്കൊന്ന് ഫ്രീ ആണ്. അയാളുടെ കിഡ്നിനെ പറ്റി ഒന്നും പറയാതിരിക്കോട്ടാ. അയാളുടെ കല്യാണമായിട്ട് സ്പെഷ്യല് അതന്നെ. ഓ എന്നാ പിന്നെ തുടങ്ങല്ലേ? സെറ്റപ്പ് ഒക്കെ റെഡി അല്ലേ? അങ്ങനെ കേറിക്കോ മോളിലേക്ക്. അപ്പനെങ്ങടാ ഈ നേരത്ത്? എടാ, മധുര വരെ വന്നിട്ട് അഷ്ടശക്തി മണ്ഡപത്തിലൊന്ന് തൊഴാതെ, മുക്കുരുണി വിനായകനെ കണ്ടു വണങ്ങാതെ, സാക്ഷാൽ മധുര മീനാക്ഷിയുടെ പാതാരബിന്ദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിക്കാതെ എങ്ങനെയാടാ വീട്ടിൽ പോകാൻ പറ്റാ? സേവറേ, എനിക്ക് അത്താഴം വേണ്ടാട്ടോ. അതെന്താ വലിയേട്ടന് ഉപവാസ? എന്തേ കുഞ്ഞങ്ങളിന് പ്രാന്താ? പിണ്ടി പെരുന്നാളായിട്ട് പള്ളിയിൽ പോവാത്ത ആളാട്ടാ അപ്പൻ. പിന്നെയാണ് പാതിരാത്രി മധുര മീനാക്ഷിനെ കാണാൻ. എന്നെ കൂടെ പറയരുത്. അയ്യോ, എന്നാലും എന്റെ കുഞ്ഞെ, ഇതുവഴി വന്നോ? ഇവിടെ ഒരു ദിവസം തങ്ങാതെ നിന്റെ അപ്പനെ നിനക്ക് കിട്ടിയിട്ടുണ്ടോ? അതന്നെ ഞാനും പറയുന്നത്. വർഷത്തിൽ 1-2 ദിവസം അപ്പന്റെ വഴിക്ക് വിട്ടേക്കും, പാവം. ആദ്യകാലത്തൊക്കെ ഞാനും തടയാൻ നോക്കിയതാ. പിന്നെ ആ ബന്ധത്തിന്റെ ഒരു ലക്ഷണം എനിക്ക് തെളിഞ്ഞു വന്നത്. വല്ലാത്തൊരു അടുപ്പോ മക്കളെ. ഈ നാദസ്വരം കനകാമ്പാളെ ആദ്യം വലിയേട്ടൻ കാണുന്ന എവിടെ വെച്ചാ? ഇവിടെ വെച്ച് തന്നെ 10-16 കൊല്ലം മുമ്പ് ഇതുപോലെ സോൺപുരി നാണയം കൊണ്ട് വരുന്ന വരവാ. മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ അന്ന് ചിത്രാ പൗർണമി ഉത്സവം. മണ്ഡപത്തിൽ നാഗസ്വരം കനകാമ്പാളുടെ കച്ചേരി. കുറച്ചു നേരം കേട്ടിട്ട് പോവാന്നും പറഞ്ഞിരുന്നതാ. കച്ചേരി കഴിഞ്ഞ ആളുകളെല്ലാം പോയിട്ടും വലിയേട്ടൻ അതേ ഇരിപ്പ്. കനകാമ്പാൾ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പനും അമ്മയും ഒരു സഹോദരി, 3 പേരും പോയി. ഇപ്പൊ ഒറ്റാന്തടി. ഇപ്പൊ കുളിയും കഴിഞ്ഞ് കളസമായിട്ടൊരാള് പോയില്ലയോ? ഇനിയിപ്പോ അവിടെ എന്തൊക്കെയാ നടക്കാൻ പോകുന്നതെന്ന് ഞാൻ എണ്ണി പറഞ്ഞു തരാം. എന്താ കേക്കണോ? ഗാന്ധാരി അമ്മൻ കോവിലിന്റെ കിഴക്കേ നടയിൽ വല്യേട്ടൻ ഓട്ടോ ഇറങ്ങുന്നു. പൂക്കടയിൽ നിന്ന് 100 രൂപയ്ക്ക് മുല്ലപ്പൂ വാങ്ങുന്നു, കായസഞ്ചിയിലിടുന്നു. എന്നിട്ട് അനുരാഗവിലോലനായി കിഴക്കോട്ട് നടക്കുന്നു. സ്ട്രീറ്റിന്റെ അവസാനം കാമ്പോജി എന്ന് പേരെഴുതിയ കനകാമ്പാളിന്റെ വീട്. കായസഞ്ചിയിൽ നിന്ന് വല്യേട്ടൻ മുല്ലപ്പൂ കയ്യിലെടുക്കുന്നു, ഒന്ന് വാസനിക്കുന്നു, പൂമുഖപ്പടി കയറുന്നു. വാതുക്കൽ നിറഞ്ഞ ചിരിയുമായി സാക്ഷാൽ കനകാമ്പാൾ. ഒരു വർഷത്തെ കഥകൾ 2 പേരും അരമണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർക്കും. കൃത്യം അരമണിക്കൂർ. ക്ലോക്കിൽ 8:30 അടിക്കുമ്പോൾ കനകാമ്പാൾ എണീക്കും. പിന്നെ പ്രണയപൂർവ്വം വല്യേട്ടനെ ഊണുമുറിയിലേക്ക് ആനയിക്കും. അവിടെ വിഭവസമൃദ്ധമായ സദ്യ റെഡി. ഊണ് കഴിഞ്ഞാൽ മധുരമായ ഒരു ചിരിക്കൊപ്പം 4 കൂട്ടിയ മുറുക്കാൻ കനകാമ്പാൾ വല്യേട്ടന് നേരെ നീട്ടും. മണി 9. സ്വിച്ചിട്ട പോലെ കനകാമ്പാൾ എണീക്കും. പോകൂ പ്രാണനാഥ എന്ന് കണ്ണുകൾ കൊണ്ട് കനകാമ്പാൾ വല്യേട്ടനോട് അപേക്ഷിക്കും. വല്യേട്ടൻ മനസ്സില്ലാ മനസ്സോടെ പുറത്തേക്കിറങ്ങും. ഒരിക്കൽ കൂടി കനകാമ്പാളിനെ നോക്കും. കനകാമ്പാൾ വല്യേട്ടനെ നോക്കി ചിരിച്ച് കഥ കടയ്ക്കും.
അവിടെ തീർന്നു കഥ. എങ്ങനെയുണ്ട്? ബെൽറ്റ് ഒരു ലേശം ലൂസ് ഉണ്ടല്ലോ. എന്റെ ബെൽറ്റ് മതിയാ. നീ ഒന്നും മിണ്ടാണ്ടിരുന്നേരാ. ഏതായാലും ഇത്ര നേരായില്ലേ, ഒരു അരമണിക്കൂർ അങ്ങോട്ട് വെയിറ്റ് ചെയ്യേ. ലേശം മിസ്സിങ് നേരത്തെ ഉള്ളതാ സേവിയറേട്ടാ. തൃശ്ശൂർ വരക്കല്ലേ ഉള്ളൂ, കാര്യാക്കണ. വണ്ടിയുടെ സകല തിരുമറി ബെൽറ്റ് അല്ല സേവിയറെ. നീ പോയി ആനക്ക് ബെൽറ്റ് ഇടറാ. ഈ ബെൽറ്റിന്റെ കാര്യം ഞാൻ വല്യേട്ടൻ വന്നില്ലേ? ഐ അപ്പന്റെ വണ്ടിക്ക് മിസ്സിങ്, അപ്പനും മിസ്സിങ്. ഈ അപ്പനും കുഞ്ഞങ്ങളെ എവിടെയാ പോയി കിടക്കണേ? പോത്തീസിലെ വീട്ടിലേക്ക് തുണിയെടുക്കാൻ. എന്തോട്ട് പോത്തീസ്, ടാസ്മാക്കില്. എന്തോട്ടിന്? ഇവിടത്തെ ബീവറേജ് നീ നോക്കിക്കോ, രണ്ടും കൂടി അടിച്ച് പാമ്പായിട്ട് എണ്ണ ചേർന്നിട്ടാവും വരിക. മുതുവേലിപ്പാപ്പച്ചന്റെ മകൾ കഴിമറിപ്പൂടെ മുതുവങ്കോളങ്ങര നിന്നൊരു മണവാളൻ വന്നേ. മുതുവേലിപ്പാപ്പച്ചന്റെ മകൾ പെറ്റാറോസിലിക്ക് മുതുവൻ കോളങ്ങര നിന്നൊരു മണവാളൻ വന്നേ.